വളരെ അനുഗ്രഹീതമായ ഒരു സമയത്താണ് കാപ്പാട്ട് ഭഗവതി ക്ഷേത്ര തിരുനടയിൽ എത്തിച്ചേരുന്നത്. സമയം രാത്രി 1:30 മണിയായി. റോഡിൽ നിന്ന് പ്രവേശിച്ചു വരുമ്പോൾ വലിയ തിരക്കൊന്നും കണ്ടില്ല. പക്ഷേ ക്ഷേത്ര തിരുമുറ്റത്തെത്തുമ്പോൾ നിറയെ വിശ്വാസികൾ മതിലിന് പുറത്തു നിന്ന്, അതായത് മതിലിന് പുറത്തു നിന്ന് അകത്തേക്ക് ഇങ്ങനെ എത്തി നോക്കുന്ന വലിയൊരു കൂട്ടം വിശ്വാസികളെ കണ്ടു. അപ്പൊ ഇങ്ങനെ ഏത് വഴി അവിടെ ഒരു സ്ഥാനം പിടിക്കാമെന്ന് അന്വേഷിക്കുന്ന കറങ്ങി നടക്കുമ്പോഴാണ് ആ ഭഗവതി അമ്മയുടെ തിരുമുറ്റം മുഴുവൻ വിശ്വാസികൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം പുറത്തു നിന്ന അമ്മയുടെ പരിചാരകരോട് ഞാൻ പറഞ്ഞു, ഒന്ന് അകത്ത് പ്രവേശിക്കണം. അവർ ഇല്ലട്ടോ, അകത്തോട്ട് ആരും ഇവിടുന്ന് പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ 4 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഡ്രൈവിംഗ് തുടങ്ങി, ഇപ്പൊ ഇവിടെ വന്ന് ഹോട്ടൽ റൂമിലേക്ക് പോകുന്നതിന് മുമ്പൊന്ന് അമ്മയെ വന്ന് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞ് വന്നതാണെന്ന്. അപ്പൊ ഇതിനു മുമ്പ് ഇവിടെ വന്ന് ചെയ്ത് വീഡിയോ ഒക്കെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ കയറിക്കോ എന്ന് പറഞ്ഞു വിട്ടു. കൺമുന്നിൽ 30-32 ദീപങ്ങൾ ശരീരത്തിലേന്തി വന്നത് പുള്ളി ഭഗവതിയാണ്. പുള്ളി ഭഗവതി കാപ്പാട്ടമ്മയുടെ ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്ന ദേവീ സാന്നിധ്യമാണ്. പുള്ളി ഭഗവതിയുടെ ദർശനം, പുള്ളി ഭഗവതി ആ ക്ഷേത്ര തിരുമുമ്പത്ത് മക്കളുടെ മുന്നിലൊക്കെ ഉറഞ്ഞാടിയ ശേഷം അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങും. ക്ഷേത്ര ചെറിയ മതിലിന് പുറത്തിറങ്ങി നടപ്പന്തലിലൂടെ മുന്നോട്ട് പോകും. അതായത് മുന്നിൽ ഒരു ചങ്ങോലി ഭഗവതിയുണ്ട്. ആ ഭഗവതിയായിട്ടൊരു സംവാദമുണ്ട്. നിറയെ വിശ്വാസികളാണ് കേട്ടോ. ഇതാണ് ഞാൻ പറയുന്നത്, മലബാറിന്റെ ചൈതന്യം എന്ന് പറയുന്നത്, മലബാറിന്റെ ക്ഷേത്ര ചൈതന്യം എന്ന് പറയുന്നത് ഈ വിശ്വാസികളാണ്. കാരണം ഇങ്ങനെ ഉറക്കം, ഇപ്പം സമയം ഏകദേശം എത്ര മണിയായി? 4:20 കാണിച്ചു കൊടുക്ക്, ടൈം കാണിച്ചു കൊടുക്ക്, കാണിക്ക്. 4:18. ഈ സമയത്ത് വിശ്വാസികളുടെ ഒരു തിരക്ക് നോക്കണം. എന്താ പറയുക, ഇപ്പൊ ചങ്ങോലി ഭഗവതി വിശ്വാസികളെ എല്ലാം അനുഗ്രഹിച്ച് നീങ്ങുന്ന ഒരു സമയം കൂടിയാണ്. വലിയ കാഴ്ചകൾ. അപ്പം ഈ പുള്ളി ഭഗവതി അനുഗ്രഹിച്ച് എഴുന്നള്ളുന്നതും ഉറഞ്ഞ് ആടുന്നതും ചങ്ങോലി ഭഗവതിയുമായിട്ടുള്ള സംവാദങ്ങളൊക്കെ ഈ ക്ഷീണിച്ച ഒരവസ്ഥയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം.